എക്സാലോജി കമ്പനിയുടെ നിയമം അനുസരിച്ച് ഒരു കമ്പനി ഡോർമെന്റ് ആക്കിയാലും അതിന്റെ രജിസ്റ്റേർഡ് ഓഫീസ് ആ സ്ഥിതിയിൽ തന്നെ സൂക്ഷിക്കണമെന്നാണ് നിയമമുള്ളത്. പക്ഷേ ഇപ്പോ ബാംഗ്ലൂരിലുള്ള കമ്പനി പൂട്ടിക്കിടക്കുന്ന സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ അതിന്റെ രേഖകൾ അവർ പറയുന്ന ഒന്നെങ്കിൽ അവിടെ കയറാം, അല്ലെങ്കിൽ അതിന്റെ രേഖകൾ കൃത്യമായി അവിടെ നിന്ന് ലഭ്യമല്ലെങ്കിൽ പിന്നെ ഉള്ളത് വീണ വിജയന്റെ വ്യക്തിപരമായ അഡ്രസ്സ് AK സെന്ററാണ്. AK സെന്ററിലേക്കാണ് രണ്ടാമത് അവർക്ക് പോകാൻ കഴിയുക. ഇപ്പോ അവർ AK സെന്ററിലല്ല താമസമുള്ളത്. ഇപ്പൊ അവര് താമസമുള്ളത് ക്ലിഫ് ഹൗസിലാണ്. അപ്പൊ മൂന്നാമത് പരിഗണിക്കാൻ പറ്റുന്ന ക്ലിഫ് ഹൗസിലാണ്. അല്ലെങ്കിൽ SFI ഉദ്യോഗസ്ഥർ പറയുന്ന മുഴുവൻ രേഖകളും സാറ്റിസ്ഫൈഡ് എന്ന നിലയിൽ അവർക്ക് എത്തിച്ചു കൊടുക്കാൻ കഴിഞ്ഞാൽ മാത്രമേ ക്ലിഫ് ഹൗസിലും ക്ലിഫ് ഹൗസിനോട് ചേർന്നുള്ള റിയാസിന്റെ മന്ത്രിമന്ദിരത്തിൽ, അതിന്റെ പേരെനിക്കറിയില്ല, ആ മന്ത്രിമന്ദിരത്തിലും സ്വാഭാവികമായും SFIക്ക് സെർച്ച് നടത്തേണ്ടതായിട്ട് വരും. അന്വേഷണ ഉദ്യോഗസ്ഥര് അങ്ങനെ ചെയ്യുമോ എന്നുള്ള കാര്യത്തിൽ നമുക്കറിയാൻ കഴിയില്ല. പക്ഷേ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട രേഖകൾ കൃത്യമായി SFIക്ക് ലഭിച്ചില്ലെങ്കിൽ കേരള ചരിത്രത്തിൽ ആദ്യമായി ക്ലിഫ് ഹൗസ് റെയ്ഡ് ചെയ്യുന്ന ഒരു ചരിത്രവും ഒരു കാലം സ്വാഭാവികമായും കേരളം കാണേണ്ടി വരും. അല്ല ഷോണെ, പിന്നെ SFIO നിങ്ങളെ ബന്ധപ്പെട്ടോ? നിങ്ങളല്ലേ പരാതിക്കാരൻ? SFIO നിങ്ങളെ ബന്ധപ്പെട്ടോ? നിങ്ങളെ വിളിക്കുകയോ വല്ലതും ചെയ്തോ? അല്ല, ഇത് ഞാൻ ടെക്നിക്കലായി പോയ ഒരു കേസല്ലേ. എന്റെ കയ്യിൽ ഈ നിമിഷം വരെ എന്തൊക്കെ ഡോക്യുമെന്റ്സ് കിട്ടിയിട്ടുണ്ടോ അതെല്ലാം അഡീഷണൽ ഡോക്യുമെന്റ്സ് ആയി ഞാൻ കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയത്തിന് കൊടുക്കുകയും ഞാൻ സമർപ്പിച്ചിട്ടുള്ള മുഴുവൻ പെറ്റീഷനും ഞാൻ അഡീഷണൽ ഡോക്യുമെന്റ്സ് ഞാൻ കൊടുത്തിട്ടുള്ളതും കൃത്യമായി SFIക്ക് അവർ ഹാൻഡ് ഓവറും ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. നാളിതുവരെയും SFIO എന്നെ ഏതെങ്കിലും തരത്തിൽ കോൺടാക്ട് ചെയ്തിട്ടില്ല, എന്നെ വിളിപ്പിക്കുകയോ ഇതൊന്നും എന്നെ സംബന്ധിച്ച് അറിയുന്നില്ല. കാരണം എന്റെ കയ്യിൽ നിന്ന് കൂടുതലായി എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാണെങ്കിൽ മാത്രമല്ലേ അവർക്ക് എന്നെ വിളിപ്പിക്കേണ്ടതായിട്ടുള്ളൂ. അല്ല ഷോണെ, ഇതൊരു ക്ലിയർ കട്ട് കേസല്ല. നേരത്തെ ഷാജാൻ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇതിലെല്ലാം ഇല്ല. ഇനി ഇപ്പോൾ കൂടുതലൊരു അന്വേഷണത്തിൻ്റെ ആവശ്യം പോലുമില്ല. പിന്നെ നമ്മുടെ ആദായ നികുതി വകുപ്പിൻ്റെ ഇൻ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡ് അവരുടെ ഉത്തരവാണ്, ഓർഡറാണ്, ഫൈൻഡിംഗ് ആണ്. അതിൽ തന്നെ കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ എന്നുള്ള നിലയിലാണ് പിന്നെ ഇവിടെ കമ്പനി ഓഫ് രജിസ്ട്രാർ അവരുടെ അന്വേഷണം നടന്നതും അതുപോലെ കോർപ്പറേറ്റ് FIS പിന്നെ കമ്പനികാര്യ മന്ത്രാലയത്തിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നതും ഏറ്റവും ഒടുവിൽ ഇപ്പോൾ SFIOയുടെ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നതൊക്കെ അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ എന്നുള്ള നിലയിലാണ് അല്ലേ? കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങൾ കിട്ടുമോ? ഇത് ഇപ്പോൾ ഞാൻ ഇപ്പോഴും പറയുന്നു ചേട്ടാ, ഇതൊരു മഞ്ഞുമലയുടെ അറ്റം മാത്രമായിട്ടുള്ളൂ. ഇതിനകത്ത് മുഖ്യ പ്രതിയായി വരാൻ പോകുന്ന KSIDC ആണ്. KSIDCയിൽ ഇന്നലെ അവർ സമർപ്പിച്ചിട്ടുള്ള KSIDC കൊടുത്തിട്ടുള്ള നോട്ടീസ് അനുസരിച്ച് ആ നോട്ടീസിൽ അവർ സമൻ ചെയ്തിട്ടുള്ള ഏറെക്കുറെ 20-ന് മുകളിൽ ഉദ്യോഗസ്ഥരെ SFIO സമൻ ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും CMRൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അത്രയും ഉദ്യോഗസ്ഥരിലേക്ക് അന്വേഷണം പോകേണ്ടതായിട്ടുണ്ട്. അത്രയും ഉദ്യോഗസ്ഥർക്ക് അതിന്റെ രേഖകൾ സമർപ്പിക്കണമെന്നാണ് SFIO ആവശ്യപ്പെട്ടേക്കുന്നത്. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പ്രമുഖ ദിനപത്രത്തിൽ വന്ന വാർത്ത അനുസരിച്ച് നോക്കിയാൽ ഞാൻ ആ പെറ്റീഷൻ അതിനെ സംബന്ധിച്ചൊരു പെറ്റീഷൻ ഞാൻ കൊടുത്തിട്ടുമുണ്ട്. KSIDCയുടെ നോമിനിയായി CMRൽ ഡയറക്ടർ ബോർഡിൽ ഇരുന്ന 3ഓളം ആളുകൾ ഈ റിട്ടയർമെന്റിന് ശേഷം CMRലെ ഡയറക്ടർ ബോർഡിൽ അല്ലാതെ വന്നിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, സർക്കാർ നോമിനിയായി KSIDC നോമിനിയായി CMRൽ ഡയറക്ടർ ബോർഡിൽ വന്നിട്ടുള്ള ഉദ്യോഗസ്ഥർ അതിനുശേഷം റിട്ടയർമെന്റിന് ശേഷം CMRന്റെ പ്രൊമോട്ടർമാരായി, ഡയറക്ടർമാരായി, ഉദ്യോഗസ്ഥരായി CMRൽ പിന്നീട് ജോലി ചെയ്തിട്ടുണ്ട്. ശരിയാണ്, അവർക്ക് മറ്റൊരു ജോലിക്ക് പോവാം. പക്ഷേ ഇവിടെ നിന്നും റിട്ടയർ ചെയ്യുന്ന ഓരോ സർക്കാർ നോമിനികളും പിന്നീട് CMRലെ ഡയറക്ടേഴ്സായി മാറുകയും CMRന്റെ പാർട്ട്നേഴ്സായി മാറുകയൊക്കെ ചെയ്യുന്ന കാഴ്ച എന്ന് പറയുന്നത് എന്തുമാത്രം കൊള്ളയ്ക്കാണ് CMRൽ നടത്തിയ എന്തുമാത്രം കൊള്ളയ്ക്ക് KSIDC നിന്നു കൊടുത്തു എന്നുള്ളതിന്റെ സൂചനയാണ്. ഇത് 1, 2, 3 ആളുകളല്ല. അതിനെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയത്തിന് പരാതിയായി ഞാൻ നൽകുന്നുണ്ട്.